ഗംഗയും യമുനയും സരസ്വതിയും പവിത്രമാക്കുന്ന ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ എത്തിയ ആഭ്യന്തരമന്ത്രി സന്യാസ ശ്രേഷ്ഠനുമൊത്താണ് സ്നാനപുണ്യത്തിൽ പങ്കെടുത്തത്. പവിത്രമായ പുണ്യജലം കൈക്കുമ്പിളിലേന്തി ഒപ്പമുണ്ടായിരുന്ന സന്യാസിമാർ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നതും കാണാമായിരുന്നു. സ്നാനത്തിനു ശേഷം സന്യാസിമാർ അദ്ദേഹത്തെ തിലകം ചാർത്തി അനുഗ്രഹിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്നാണ് പ്രയാഗ്രാജിൽ അമിത് ഷായെ സ്വീകരിച്ചത്. പുണ്യസ്നാനത്തിനു ശേഷം ബഡേ ഹനുമാൻജി ക്ഷേത്രത്തിലും അഭയ്വതിയിലും അമിത് ഷാ സന്ദർശനം നടത്തി. പ്രയാഗ്രാജ് കുംഭമേളയുടെ ചുമതലയുള്ള ജൂന അഹാരയെയും ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചു. ജൂന അഹാരയുടെ ആചാര്യ മഹാമണ്ഡലേശ്വരനെയും അഹാരയിലെ മറ്റ് സന്യാസിമാരെയും കാണുന്ന അമിത് ഷായുടെ ഉച്ചഭക്ഷണവും ഇവർക്കൊപ്പമായിരിക്കും. ശൃംഗേരി, പുരി, ദ്വാരക മഠാധിപതികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും കുംഭമേളയിലെത്തി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയും ഫെബ്രുവരി 5-ന് പ്രയാഗ്രാജിലെത്തും. ഓരോ ദിവസവും തീർത്ഥാടകരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും വലിയ സംഗമത്തിനാണ് കുംഭനഗരി വേദിയാകുന്നത്. 14 ദിവസത്തെ കണക്കുകൾ പ്രകാരം ഇതുവരെ 13 കോടിയിലധികം ഭക്തരാണ് കുംഭമേളയ്ക്കെത്തിയത് എന്നാണ് റിപ്പോർട്ട്.